മക്കളെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ വെറൈറ്റി സ്നാക്ക്. അപ്പം എങ്ങനെ ഉണ്ടാക്കാന്ന് പെട്ടെന്ന് നോക്കിയാലോ. അതിന് വേണ്ടി കുറച്ച് എല്ലില്ലാത്ത ചിക്കൻ്റെ പീസസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ കാണുന്ന ഐറ്റംസ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വെളുത്തുള്ളി, ഒരു ചെറിയ സവാള, ഒരു പീസ് ക്യാപ്സിക്കം, കുറച്ച് മല്ലിയില, കുറച്ച് ഉണക്കമുളക് അല്ലെങ്കിൽ ചുവന്ന മുളക്, അതും കൂടിയും ഈ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് കളറിന് വേണ്ടി ഒരു ഇത്തിരി കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. ഫുഡ് കളർ വേണമെങ്കിൽ അതും ചേർക്കാം കേട്ടോ. എരിവിന് ആവശ്യത്തിന് നമ്മൾ ചുവന്ന മുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാം കൂടി നന്നായിട്ട് അരച്ച് നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കി കൊണ്ടുവരിക. അതിലേക്ക് അരമുറി ചെറുനാരങ്ങനെ നീരും പിന്നെ കുറച്ച് ഓയിലും, ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിക്കുക. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി എല്ലാം കൂടി കൈ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സാക്കി എല്ലാ ഭാഗത്തേക്കും എല്ലാ ഫ്ലേവേഴ്സും എത്തിക്കുക. ശേഷം ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. അടച്ച് വെച്ചിട്ട് വെക്കണേ. ഇനി അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അതുപോലെ നമുക്ക് ഉരുട്ടാൻ വേണ്ടി പറ്റണം. അഥവാ അങ്ങനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ ഒരു പൊടിയും ചേർക്കാതെ കറക്റ്റ് ആ ചിക്കൻ മാത്രം യൂസ് ചെയ്യുമ്പോഴാണ് അടിപൊളി ടേസ്റ്റ്. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഉന്നക്കായൊക്കെ വെക്കുന്ന പോലെ ഇതുപോലെ പരത്തിയെടുത്തിട്ട് ഉള്ളിൽ ഒരു ചീസിൻ്റെ പീസാട്ടോ വെക്കുന്നത്. ഞാനിവിടെ പ്രോസസ് ചീസിൻ്റെ ഒരു പീസാണ് എടുത്തിട്ടുള്ളത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെദാർ ചീസോ മോസറല്ല ചീസോ ഏത് ചീസാണ് അവൈലബിൾ അത് ചേർക്കാം കേട്ടോ. പക്ഷേ ചീസ് മസ്റ്റാണേ. ഇനി എല്ലാം കൂടി നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കുക. ക്രാക്കൊന്നും ഇല്ലാതെ നോക്കണേ. ആ ക്രാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ചീസ് മെൽട്ടായി ഉള്ളിലൂടെ ഒലിച്ചു വരും. അങ്ങനെ എല്ലാം കൂടി ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഷേപ്പാക്കി എടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഫോയിൽ പേപ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് വേണം. ഫോയിൽ പേപ്പർ സ്ക്വയറാക്കി കട്ട് ചെയ്തെടുത്താൽ കേട്ടോ. ഇനി അതിൽ നമ്മൾ മിഠായി പൊതിയുന്ന പോലെ ഈ ഓരോ കബാബും വെച്ചിട്ട് റോൾ ചെയ്തിട്ട് പൊതിഞ്ഞെടുക്കുക. കുട്ടികളൊക്കെ നോമ്പെടുക്കുന്ന സമയത്ത് അവർക്ക് നല്ല സർപ്രൈസ് ആയിട്ടൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം കേട്ടോ. പാർട്ടിക്ക് സ്റ്റാർട്ടർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. കാണാൻ തന്നെ നല്ല വെറൈറ്റി ഇല്ലേ, കഴിക്കാൻ അതിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ എല്ലാ ടോഫി കബാബും ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം പാനിൽ കുറച്ച് ഓയിൽ ചൂടാക്കി അതിലേക്ക് ഇട്ടിട്ട് എല്ലാ സൈഡും ഒന്ന് അടച്ച് വെച്ചിട്ട് തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുക്കുക. അവസാനം അടപ്പ് തുറന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഒന്ന് മുരിച്ചെടുക്കുക. ഇനി നമ്മൾ ടോഫി കബാബ് തുറന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ കാണണ്ടേ. എല്ലാ ഭാഗവും നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ അരച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് വരും. ഉള്ളിലുള്ള ആ ഒരു ചീസ് വരെ മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറന്നു പോകല്ലേ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.